മൈ ലൈഫ് ബാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഒഴിച്ചു കറിയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, പൈനാപ്പിൾ പുളിശ്ശേരി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു പൈനാപ്പിളാണ്. ഒരു പൈനാപ്പിൾ ഫുള്ളൊന്നും എടുക്കുന്നില്ല, അതിൻ്റെ ഒരു ഹാഫ് നമ്മളിത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഏത് പാത്രത്തിലാണോ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ആ പാത്രത്തിലോട്ട് നമ്മൾ പൈനാപ്പിൾ ഇട്ട് കൊടുത്തു, കുഞ്ഞു പീസുകൾ. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് വേവണ സമയം കൊണ്ട് അതിലോട്ട് വേണ്ട അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് ജീരകം. ഇത് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആ അരച്ചൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും പൈനാപ്പിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അത്. അപ്പോൾ അത് വെന്ത് പൈനാപ്പിളിനകത്തേക്ക് നമ്മളുടെ തേങ്ങ അരപ്പ് നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം, ആ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ, അതിൻ്റെ പച്ച ചൊവയൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഇവിടെ തേങ്ങ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുണ്ട്, നല്ലൊരു മഞ്ഞ കളറും നല്ല പൈനാപ്പിളിൻ്റെ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു 90% കറി സെറ്റായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും ആവുന്ന സമയത്താണ് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന തൈര്, നല്ല അടിപൊളി കട്ട തൈരായിരുന്നു. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ തൈര് ചേർത്തതിന് ശേഷം നമ്മൾ കൈയിടാതെ ഇളക്കി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. കാരണം തൈര് നമ്മൾ തിളപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഇതുണ്ട്, നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഇവിടെ ചൂടാക്കാൻ വെച്ചേക്കുന്നത്. നമ്മൾ സാധാരണ കറിക്കൊക്കെ താളിക്കുന്ന പോലെ തന്നെയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. കുറച്ച് നമ്മളുടെ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ് നമ്മുടെ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. ഉണക്കമുളക് ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചെറിയുള്ളിയും കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും നമുക്ക് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ കറി ഉണ്ടല്ലോ അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി സെറ്റായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. ബൈ.